ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് നമ്മിൽ പലർക്കും അറിയാം. ഇതൊരു സൂപ്പർസോണിക് മിസൈലാണ്. ഹൈ വാല്യൂ ടാർഗറ്റ്സിനെ ആക്രമിക്കാനാണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത്. വളരെ പരിമിതമായ ആക്രമണങ്ങൾക്കാണ് നമ്മൾ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിക്കുന്നത്. വളരെ പരിമിതമായ ആക്രമണങ്ങൾക്കാണ് ബ്രഹ്മോസ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ബ്രഹ്മോസ് മിസൈലിന് എല്ലാത്തരം ലക്ഷ്യങ്ങളെയും നിർവീര്യമാക്കാൻ സാധിക്കും. തറയിലുള്ള ടാർഗറ്റ്സിനായാലും കടലിലുള്ള ലക്ഷ്യങ്ങളായാലും ഏത് തരത്തിലുള്ള ലക്ഷ്യങ്ങളെയും നിർവീര്യമാക്കാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ബ്രഹ്മോസിനെ പല തരത്തിൽ ഉപയോഗിക്കുന്നുമുണ്ട്. വിമാനങ്ങളിൽ നിന്നും കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികൾ പോലുള്ള വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നമ്മൾ ഇതിനെ തൊടുത്തുവിടുന്നുണ്ട്. ഇങ്ങനെയുള്ള ബ്രഹ്മോസ് മിസൈലിന് മറ്റൊരു പർപ്പസ് ഉണ്ട്, അത് പുറത്തറിയാൻ കഴിയില്ല. ഇതിനെക്കുറിച്ച് ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? ഇതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, ബ്രഹ്മോസ് എന്നത് ഒരു സൂപ്പർസോണിക് കൺവെൻഷണൽ വെപ്പണാണ്. കൺവെൻഷൻ എന്ന വാക്കിന്റെ അർത്ഥം അതിനെ കൊണ്ട് ആണവായുധം വഹിക്കാൻ സാധിക്കില്ല. ഒരു രാജ്യം എന്തുകൊണ്ടാണ് ഒരു മിസൈലിനെ കൺവെൻഷണൽ വെപ്പൺ എന്ന് കണക്കാക്കുന്നത്? അങ്ങനെ എന്തിന് കാറ്റഗറൈസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഒരു യുദ്ധത്തിൽ ഒരു രാജ്യം ഈ മിസൈൽ ഉപയോഗിച്ചാൽ ശത്രുരാജ്യം ഈ മിസൈലിൽ ആണവായുധം ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കുകയും പകരം അവർ ആണവായുധ ആക്രമണം നടത്താൻ പാടില്ല. നോ ഫസ്റ്റ് സ്ട്രൈക്ക് എന്ന നയം പല രാജ്യങ്ങൾക്കുമുണ്ട്. ഞങ്ങളുടെ രാജ്യത്ത് ആണവായുധം ഉപയോഗിച്ച് ആക്രമിക്കുന്നതുവരെയും ഞങ്ങളുടെ രാജ്യത്ത് മറ്റേതെങ്കിലും ഒരു രാജ്യം ആണവായുധം ഉപയോഗിച്ച് ആക്രമിക്കാതിരിക്കുന്നിടത്തോളം ഞങ്ങളും ആക്രമിക്കില്ല. അതിനനുസരിച്ചതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ നമ്മൾ തന്നെ കാറ്റഗറൈസ് ചെയ്യും. ഉദാഹരണത്തിന് പ്രളയ് എന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട്. ഈ പ്രളയിൽ ആണവായുധം നമ്മൾ കൊണ്ടുപോകില്ല എന്ന് മുൻകൂട്ടി തന്നെ ശത്രുരാജ്യങ്ങളെ നമ്മൾ അറിയിക്കുകയാണെങ്കിൽ ഈ പ്രളയം ഉപയോഗിച്ച് ആക്രമണം നടത്തുമ്പോൾ നമ്മുടെ ശത്രു ഇതിൽ ആണവായുധം ഇല്ല എന്ന് വിചാരിച്ച് കൺവിൻസ് ആകും. ഒരു പക്ഷേ നമ്മുടെ ശത്രുക്കൾക്ക് ഇതിൽ ആണവായുധം ഉണ്ട് എന്നുള്ള ഒരു സംശയം വന്നാൽ പ്രളയ് ലോഞ്ച് ചെയ്ത ഉടൻ തന്നെ അവരും അവരുടെ ആണവായുധങ്ങൾ ലോഞ്ച് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തും. അതിനാൽ ശത്രുവിന് ഏതൊക്കെ ആയുധങ്ങളിലാണ് ആണവായുധം ഉള്ളത്, ഏതിലാണ് ആണവായുധം ഇല്ലാത്തത് എന്നുള്ളത് ശത്രുക്കൾക്ക് മനസ്സിലാകുന്ന വിധം നമ്മൾ തരംതിരിക്കുകയാണെങ്കിൽ ഭാവിയിൽ നമ്മൾ ഒരു യുദ്ധം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ വരുന്ന ആക്രമണങ്ങളും അതിനനുസരിച്ചതുപോലെ ആയിരിക്കും. ഉദാഹരണത്തിന്, ചില വർഷങ്ങൾക്ക് മുൻപ് ബ്രഹ്മോസിനെ അബദ്ധത്തിൽ പാകിസ്ഥാനിലേക്ക് പ്രവേശിപ്പിച്ചു. എന്നിട്ടും ഈ ബ്രഹ്മോസ് ഒരു കൺവെൻഷണൽ വെപ്പൺ ആയതുകൊണ്ട് പാകിസ്ഥാൻ കാര്യമായി ഒന്നും പ്രതികരിച്ചില്ല. അവരത് ഒബ്സർവ് ചെയ്തു. അതേസമയം അതൊരു ആണവായുധമാണ് എന്ന് പാകിസ്ഥാൻ അറിയാമായിരുന്നെങ്കിൽ ബ്രഹ്മോസ് വിക്ഷേപിച്ച ഉടൻ തന്നെ അവർ ഒരു പ്രത്യാക്രമണത്തിന് തയ്യാറാകുമായിരുന്നു. ഒരുപക്ഷെ അവർ ഒരു ആണവായുധം പോലും വിക്ഷേപിച്ചിരുന്നിരിക്കാം. അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് നമ്മൾ ഇങ്ങനെ വേർതിരിക്കുന്നത്. ഇത് കൺവെൻഷണൽ വെപ്പൺ, ഇത് ന്യൂക്ലിയർ വെപ്പൺ എന്നൊക്കെ. ഇന്ത്യയെ സംബന്ധിച്ച് ബ്രഹ്മോസ് ഒരു കൺവെൻഷണൽ വെപ്പൺ എന്നാണ് പറയുന്നത്. എന്നാൽ സർക്കാരിന്റെ അഭിപ്രായത്തിൽ, ചില DRDO ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ചില ബ്രഹ്മോസ് ആയുധങ്ങളിൽ ആണവായുധം വച്ചിട്ടുണ്ട് എന്നും പറയുന്നു. ബ്രഹ്മോസ് മിസൈലുകളിൽ തിയററ്റിക്കലി ആണവായുധം നൽകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നും പറയുന്നു. നമ്മൾ അഗ്നി 5 പരീക്ഷിച്ചിട്ടുണ്ട്. അഗ്നി 5 Mark II. ഈ Mark IIൽ നമ്മൾ MIRV പരീക്ഷിച്ചു. MIRV കാപ്പബിലിറ്റി എന്നത് ഓരോ ലക്ഷ്യത്തിനും ഓരോ വാർഹെഡ് വ്യക്തിഗതമായി വേർതിരിക്കുക മാത്രം അല്ല ഈ MIRVയുടെ കഴിവ്. ഒരു വലിയ വാർഹെഡിനെ ചെറുതാക്കി ചുരുക്കാനുള്ള സാങ്കേതിക വിദ്യയും അതിലുണ്ട്. എന്നാൽ ഒരു രാജ്യത്തിന് ഒരു റോക്കറ്റിൽ നിന്നും ഒന്നിലധികം വാർഹെഡുകൾ വിക്ഷേപിക്കാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നാൽ മാത്രം പോരാ. ആ വാർഹെഡിന്റെ വലിപ്പം ചുരുക്കി അതിനെ കാര്യക്ഷമമായി നിർമ്മിക്കാനുള്ള കഴിവും വേണം. ഇതാണ് MIRVയിലുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം MIRVയെ സംബന്ധിച്ച് ആ മിസൈലിനുള്ളിൽ വാർഹെഡ് വയ്ക്കാനുള്ള ആ സ്ഥലം, അതിന്റെ വലിപ്പം എന്തായാലും മാറാൻ പോകുന്നില്ല. അപ്പോ ആ സൈസിനുള്ളിൽ ഒരു വാർഹെഡിന് പകരം ഒരു 10 വാർഹെഡ് വയ്ക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് ചെറിയ രീതിയിലും വാർഹെഡ് നിർമ്മിക്കാൻ കഴിയണം. അതേ ശക്തിയിൽ തന്നെ നിർമ്മിക്കണം. അതായത് 1 മെഗാടണിൽ വാർഹെഡ് നിർമ്മിക്കുന്നു എന്നുണ്ടെങ്കിൽ അതേ 1 മെഗാടൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാർഹെഡ് നിങ്ങൾ ചെറുതായി പ്രൊഡ്യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ MIRVയിൽ അത് നൽകാൻ സാധിക്കൂ. അപ്പോ ചെറിയ സൈസിൽ MIRV നിർമ്മിക്കാൻ കഴിയുന്ന സാങ്കേതികവിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് MIRV ശേഷിയുള്ള ICBM പരീക്ഷിച്ചു നോക്കാനും സാധിക്കും. അതിനാൽ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ബ്രഹ്മോസ് ആയുധത്തിൽ ഇപ്പോൾ നിലവിലുള്ള സാങ്കേതികവിദ്യ അനുസരിച്ച് ചെറിയ വലിപ്പമുള്ള വാർഹെഡ്സും നൽകാൻ സാധിക്കും. ഇത് സാധ്യമാണ്.
ചെറിയ വലിപ്പമുള്ള ആണവായുധമുള്ള വാർഹെഡ് നൽകാൻ സാധിക്കും. ഇതും സാധ്യമാണ്. കൂടാതെ ഇത് ചെയ്ത് നമുക്ക് എന്ത് നേട്ടമാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മുടെ സുഖോയ് യുദ്ധവിമാനങ്ങളാണ്. സുഖോയ് അനുസരിച്ച് നോക്കിയാൽ ഭാവിയിൽ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന എല്ലാ മിസൈലുകളെയും ആദ്യം ടെസ്റ്റ് ചെയ്യുന്ന വിമാനം ഇതാണ്. കൂടാതെ ആന്റി റേഡിയേഷൻ മിസൈലുകൾ, ബ്രഹ്മോസ് പോലുള്ള വലിയ മിസൈലുകൾ, ഇവയെല്ലാം പരീക്ഷിക്കാൻ കഴിവുള്ള ഒരു വിമാനം നമ്മുടെ ഇന്ത്യൻ ആയുധപ്പുരയിൽ ഉണ്ടെങ്കിൽ അത് സുഖോയാണ്. കാരണം അതിന്റെ വലിപ്പമാണ്. ഇത്രയും വലിപ്പമുള്ള ഒരു വിമാനത്തിൽ മാത്രമേ ഇത്തരം പ്രത്യേക ആയുധങ്ങളെ പരീക്ഷിക്കാനും സാധിക്കൂ. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതിനകം തന്നെ റഫേൽ എന്ന യുദ്ധവിമാനം ന്യൂക്ലിയർ സ്ട്രൈക്ക് കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. റഫേൽ യുദ്ധവിമാനങ്ങളിൽ ആണവായുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. കൂടാതെ മറ്റു ചില വിമാനങ്ങളും ഇതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ സുഖോയ് എടുത്ത് നോക്കിയാൽ അതിന് ആണവായുധ പങ്കുണ്ടെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ആണവായുധങ്ങൾ എടുത്തുകൊണ്ടുപോയി സുഖോയ് വിമാനം ആക്രമിക്കുമെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്നാൽ ICBM എടുത്താൽ അതിൽ അഗ്നി 5നെ പറയാം. അഗ്നി 5ൽ കാനിസ്ട്രൈസ്ഡ് വേരിയന്റ് ഉണ്ട്. മാത്രമല്ല അതിൽ ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. കൂടാതെ ന്യൂക്ലിയർ ക്യാപ്പബിൾ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻസ് ഉണ്ട്. K4, K15 ഇങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഇവയെല്ലാം നമ്മൾ കാറ്റഗറൈസ് ചെയ്തു, പേരും കൊടുത്തു. എന്നാൽ എയർ ലോഞ്ച്ഡ് വരുമ്പോൾ റഫേൽ യുദ്ധവിമാനം ന്യൂക്ലിയർ ക്യാപ്പബിൾ യുദ്ധവിമാനം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിനപ്പുറം ഇങ്ങനെയുള്ള യുദ്ധവിമാനങ്ങൾ, ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് എയർ ലോഞ്ച്ഡ് ക്യാപ്പബിൾ ന്യൂക്ലിയർ മിസൈൽസ് ഉണ്ട് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ ഒന്നും പറയാതെ തന്നെ നമ്മുടെ ബ്രഹ്മാസ്ത്രമായ ബ്രഹ്മോസിനെ ഇതിനു മുൻപ് പലതിനും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരേയൊരു മിസൈലാണ്. ആ ഒരു മിസൈലിനെ കടലിനടിയിലും വിന്യസിപ്പിച്ചിട്ടുണ്ട്, കടലിന് മുകളിലും വിന്യസിപ്പിച്ചു, ലാൻഡിലും എയർലാൻഡിലും വിന്യസിപ്പിച്ചു, ലാൻഡിലും എയറിലും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇത്തരം ഒരു ബഹുമുഖ പ്ലാറ്റ്ഫോം നമ്മൾ എന്തുകൊണ്ട് എയർ ലോഞ്ച്ഡ് ന്യൂക്ലിയർ വെപ്പണായി ഉപയോഗിക്കാൻ പാടില്ല? ഇവിടെ ഒരു കൗതുകം നിങ്ങൾക്ക് വരുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ആയിക്കൂടാ? ഇത്തരം ഒരു ബഹുമുഖമായ പ്ലാറ്റ്ഫോം അല്ലേ നമുക്ക് എയർ ലോഞ്ച്ഡ് ന്യൂക്ലിയർ വെപ്പൺസിനും ഉപയോഗിക്കാൻ സാധിക്കുക? ആ ഒരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ ആദ്യം വരുന്നത് ബ്രഹ്മോസ് ആയിരിക്കും. അതനുസരിച്ച് ഇപ്പോൾ ലഭ്യമായ കാര്യങ്ങൾ നോക്കിയാൽ ഒരു ന്യൂക്ലിയർ ആക്രമണം നടത്തിയാൽ എയറിൽ നിന്നും ലോഞ്ച് ചെയ്താൽ ആ സ്ട്രൈക്ക് ആക്യുറേറ്റ് ആയിരിക്കണം. നമ്മൾ ഏത് ടാർഗറ്റിനെ ആക്രമിക്കണം എന്ന് ചിന്തിക്കുന്നുവോ അത് നശിപ്പിക്കപ്പെടണം. അപ്പോ അതിന് കൃത്യമായ ഒരു പ്ലാറ്റ്ഫോം ബ്രഹ്മോസ് ആണ്. കൂടാതെ ഒരു മിസൈൽ വിക്ഷേപിക്കുകയാണെങ്കിൽ ഈ ആണവായുധത്തെ ആരും ഇന്റർസെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടായിരിക്കണം. ഇപ്പോൾ നിർഭയ പോലുള്ള ക്രൂയിസ് മിസൈലുകൾ എടുത്താൽ അത് വികസിപ്പിച്ചെടുക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞതാണ്. അതിന്റെ വേഗതയും വളരെ കുറവാണ്. അതിനാൽ തന്നെ അതിനെ എളുപ്പത്തിൽ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ബ്രഹ്മോസ് അങ്ങനെയല്ല. അതിനാൽ ബ്രഹ്മോസിനെയാണ് നമ്മൾ ന്യൂക്ലിയർ സ്ട്രൈക്കിന് ഉപയോഗിക്കാനുള്ള സാധ്യതയുമുള്ളത്. നിർഭയ് ഉപയോഗിക്കും എന്നൊക്കെ ഒരുപാട് പേർ പറഞ്ഞാലും അത് ഉപയോഗിക്കില്ല. കാരണം അത് വളരെ ചിലവ് കുറഞ്ഞ ഒരു ആയുധമാണ്. അത് അത്രയും തരം താഴ്ന്ന ഒരു ആയുധമാണ്. അതിന്റെ ജോലി ചീപ്പായ കോസ്റ്റിൽ കൂടുതൽ നമ്പേഴ്സ് ഉപയോഗിക്കുകയും ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കീഴടക്കുക മാത്രമാണ്. പ്രധാന ലക്ഷ്യങ്ങളെ നശിപ്പിക്കാൻ നമ്മൾ ബ്രഹ്മോസ് പോലുള്ള ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ ഇതിനകം തന്നെ ഇന്ത്യൻ വ്യോമസേനയിൽ ഇത്രയും വർഷം ഉപയോഗത്തിലുള്ള ഒരു മിസൈൽ, സുഖോയ് പോലുള്ള വിമാനങ്ങളിലും ഇൻഡക്ട് ചെയ്തിട്ടുള്ള ഒരു മിസൈൽ, ഈ മിസൈലിൽ നമ്മൾ ആണവായുധം ഉപയോഗിക്കുക എന്നുള്ളതാണ് ലോജിക്. അതനുസരിച്ച് ചെറിയ വാർഹെഡുകൾ നമ്മളെ കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യം, നേരത്തെയുള്ള 80-ലധികം സുഖോയ് യുദ്ധവിമാനങ്ങളിൽ ഇൻഡക്ട് ആയിട്ടുള്ള ബ്രഹ്മോസ് മിസൈലുകളിൽ നമ്മൾ തീർച്ചയായും ശരിയായ രീതിയിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഇൻഡക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഈ ന്യൂക്ലിയർ വെപ്പൺസ് നമ്മൾ വച്ചു എന്നുള്ളത് ഇപ്പോൾ വരെയും നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടില്ല. ഇതിനു മുൻപ് നമ്മുടെ സർക്കാർ ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പല തവണ ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ ഇന്ത്യൻ നിർമ്മിച്ച ആയുധങ്ങളൊന്നും തുറന്ന് പറഞ്ഞിട്ടേയില്ല. ഉദാഹരണത്തിന് MiG-25 ഫോക്സ്വൈ പല വർഷമായി ഈ വിമാനം നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയിൽ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുകയായിരുന്നു. അങ്ങനെ നോക്കിയാൽ ഈ ബ്രഹ്മോസ് മിസൈലിൽ ആണവായുധം ഇൻഡക്ട് ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. ഞാൻ ഇതിനകം പറഞ്ഞ ഓരോ തെളിവുകൾ ഓരോന്നായി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. അവസാനം പറയാനുള്ളത്, ഈ ബ്രഹ്മോസ് എന്നത് ഒരു സൂപ്പർസോണിക് കൺവെൻഷണൽ വെപ്പൺ മാത്രമല്ല, ഇത് സൂപ്പർസോണിക് ന്യൂക്ലിയർ ക്യാപ്പബിൾ വെപ്പൺ കൂടിയാണ്. ഒരു എയറിൽ നിന്നും ലോഞ്ച് ചെയ്യുന്ന ആണവായുധം എന്നത് ന്യൂക്ലിയർ ട്രയാഡിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ന്യൂക്ലിയർ ട്രയാഡ് എന്ന് പറഞ്ഞാൽ അത് ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കണം, കടലിൽ നിന്ന് വിക്ഷേപിക്കണം, വായുവിൽ നിന്ന് വിക്ഷേപിക്കണം. നമ്മുടെ പക്കൽ ന്യൂക്ലിയർ ട്രയാഡ് ഉണ്ടെന്ന് പറയുന്നു. അതായത് നമ്മൾ എയറിൽ നിന്നും നമ്മുടെ ആണവായുധം ലോഞ്ച് ചെയ്യാൻ സാധിക്കും. എയറിൽ നിന്നും ലോഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പക്കലുള്ളതിൽ ക്യാപ്പബിളായ ഒരു മിസൈൽ ഏതായിരിക്കും? ഉള്ളതിൽ സൈസിൽ വലിയ മിസൈൽ ഏതാണ്?
തീർച്ചയായും ബ്രഹ്മോസ് തന്നെയാണ്. എയറിൽ നിന്നും ലോഞ്ച് ചെയ്യുന്ന ന്യൂക്ലിയർ ക്യാപ്പബിൾ മിസൈൽ ഇന്ത്യയുടെ പക്കലുള്ളത് ബ്രഹ്മോസ് മിസൈൽ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതല്ലാതെ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ കാണാൻ സാധ്യതയില്ല. അങ്ങനെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് കമന്റിൽ പറയാം. കൂടാതെ ബ്രഹ്മോസിന്റെ ഡുവൽ പർപ്പസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിൽ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.